ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഗബ്രി പറയുകയുണ്ടായി, ഞാൻ മിക്കവാറും സ്വിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, എനിക്ക് എലിമിനേഷനിൽ പോകാൻ താല്പര്യമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാധ്യതയായ രീതിയിലാണ് ഗബ്രിയുടെ സംസാരം. കാരണം ഇതുപോലെ ജാസ്മിനോടും അൻസിബയോടും അപ്സരയോടും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ എലിമിനേഷനിലേക്ക് പോകണം, ഈ പവർ റൂം മാറ്റി വേറെ ആർക്കെങ്കിലും കൊടുത്താലോ എന്നിങ്ങനെ ആലോചനയുണ്ട് എന്നിങ്ങനെ ഗബ്രി പറയാൻ കാരണം റോക്കി അതുപോലെ തന്നെ ലാലേട്ടൻ മുമ്പിൽ വെച്ച് ഹീറോ എന്നുള്ളത് സീറോ ആക്കുകയുണ്ടായി. അതുകൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനും പരസ്യമായി അവമാനിക്കുന്ന രീതിയിലാണ് ഗബ്രിയോട് ചെയ്തത്. അപ്പം സത്യം ഏറെക്കുറെ അതാണ്. അവന് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ വെറുതെ കൈ കിട്ടിയ ഒരു സ്വർഗം എന്നുള്ള അവസ്ഥയാണ് ഗബ്രിക്ക് പവർ റൂം. അതായത് ശ്രീരേഖ ആ ഒരു ഗ്രൂപ്പിലുള്ളത് കൊണ്ടും അത്രയും പേർക്ക് വെറുതെ വലിഞ്ഞു കയറി എന്നുള്ള ഒരു സാഹചര്യമാണ്. അർജുൻ കൊടുത്തതാണ്, പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ടീം ആയതുകൊണ്ട് മാത്രം പവർ കിട്ടിയ ആളാണ്, അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതോ അല്ലെങ്കിൽ കളിച്ച് നേടിയെടുത്തതോ അല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം പുള്ളിക്കും കുറ്റബോധം ഉണ്ടായിരിക്കാം, എനിക്കിതൊരു ബാധ്യതയാണോ എന്നുള്ള തോന്നൽ കൊണ്ടായേക്കാം എല്ലാവരോടും അല്ല, ഇവർ 3 പേരോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ മിക്കവാറും സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഏറെക്കുറെ നല്ലത്. കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കുക, അല്ലെങ്കിൽ നേരെ ഗെയിം പ്ലേ ചെയ്യാതിരിക്കുക, എന്തൊക്കെയോ ആണെന്നൊരു തോന്നലോടുകൂടി അവിടെ ഇരിക്കുന്ന ഒരാളാണ് ഗബ്രി എന്നാണ് ഇപ്പം സാധാരണക്കാർക്കെല്ലാം മനസ്സിലായിരിക്കുന്നത് എന്ന് ഒരു സത്യമായ കാര്യമാണ്. അപ്പം തുടർന്നും ലൈവ് അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.